കൂട്ടുകാരെ, നമുക്കിന്ന് ചെറിയ കഥ പഠിച്ചാലോ? നേരത്തെ പോലെയല്ല. ആദ്യം ഞാൻ പഠിപ്പിച്ച കഥ ഏതാ? മരങ്ങൾ നട്ട് വളർത്തുക, റാണിയുടെ കഥ. ഇന്ന് നമുക്ക് എന്ത് കഥയെന്നറിയോ? എന്തായിരിക്കും ഒന്ന് ഗസ് ചെയ്തേ? വേറൊന്നുമല്ല, ട്രൂ ഫ്രണ്ട്സ്, അതായത് ആത്മാർത്ഥമായ സൗഹൃദത്തെ പറ്റിയാണ്. ഇവിടെ കഥാപാത്രങ്ങൾ, മെയിൻ ക്യാരക്ടർ ആയിരിക്കുന്നത് ഒന്ന് പാരറ്റ്, തത്ത, പൂച്ച, പിന്നെ അണ്ണാൻ, അങ്ങനെ പല പല ആൾക്കാരുണ്ട്. നമുക്ക് വായിക്കുന്ന അനുസരിച്ച് നമുക്ക് ഓരോ കഥാപാത്രങ്ങളെ പരിചയപ്പെടാം. ഇറ്റ്സ് എ ഷോർട്ട് സ്റ്റോറിയാണ്, ബോറടിപ്പിക്കുകയൊന്നുമില്ല, നല്ല സ്റ്റോറിയാണ്. തുടങ്ങുവാണ് നമ്മൾ. The green parrot was walking along the grass looking for grasshoppers. Grasshoppers ആരാ? പുൽച്ചാടി. അപ്പോൾ the green parrot, പച്ചത്തത്ത, നടക്കുകയായിരുന്നു പുല്ലിലേക്കൂടെ. ആരെ നോക്കി? പുൽച്ചാടിയെ നോക്കി. എന്തിനായിരിക്കാം? ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. The tomcat was hiding behind the bush to catch the green parrot when she came near. ഈ തത്ത ടോം കാറ്റ്, അതായത് പൂച്ച, ഇരിക്കുമായിരുന്നു. ആരെ പിടിക്കാൻ? തത്തയെ. അതിങ്ങനെ വരുന്നനുസരിച്ചോളം ഇങ്ങനെ തക്കം പാർത്തിരിക്കുക നമ്മുടെ ഗ്രീൻ പാരറ്റ് അഥവാ പച്ച തത്തയെ പിടിക്കാൻ വേണ്ടി. ആര്? പൂച്ച. The little squirrel was sitting on the branch of his mango tree. അവിടെയും മാംഗോ ട്രീ ഉണ്ട്. അപ്പോൾ ഇന്ന് പറഞ്ഞ കഥയിൽ, ഇപ്പം പറയുന്ന കഥയിൽ ആ മാംഗോ ട്രീയുടെ ബ്രാഞ്ചിൽ ഒരാൾ ഇരിപ്പുണ്ടായിരുന്നു. അത് വേറെ ആരുമല്ല, അണ്ണാൻകുഞ്ഞ. He saw the cat. അവൻ പൂച്ചയെ കണ്ടു. He found that his friend the green parrot was in danger. അപ്പോൾ ആ അണ്ണാൻകുഞ്ഞ് എന്താ കാണുന്നത്? ഈ പൂച്ച പമ്മിയിരിക്കുക ആ പാരറ്റിനെ പിടിക്കാൻ വേണ്ടി. തൻ്റെ സുഹൃത്തിനെ പിടിക്കുന്നത് കണ്ട് ആർക്കായാലും ദേഷ്യമൊന്നും പോകത്തില്ലയോ? അപ്പോൾ ഈ അണ്ണാൻകുഞ്ഞ് എന്നാ ചെയ്തേ? ഒന്നും ചെയ്തിട്ടൊന്നുമില്ല, അത് നമുക്ക് പറയാം. അപ്പോൾ ഈ അണ്ണാൻകുഞ്ഞിന് മനസ്സിലായി നമ്മുടെ പച്ചത്തത്ത ഡേഞ്ചറസിലാണ് ഇരിക്കുന്നത്, അവനെ രക്ഷിക്കണം. അപ്പോൾ ഹി ക്രൈഡ് ടു വാൺ ഹെർ. അപ്പോൾ ഈ അണ്ണാൻകുഞ്ഞിൻ്റെ ഒച്ചയില്ലേ, ഇങ്ങനെ എന്തോ ഒരു ഒച്ചയില്ലേ, ആ ഒച്ച ഉണ്ടാക്കി. ബട്ട് ദ ഗ്രീൻ പാരറ്റ് ഡിഡ് നോട്ട് ഹിയർ. ദുർഭാഗ്യവശാൽ, അതായത് അൺഫോർച്ചുനേറ്റ്ലി, നമ്മുടെ ഗ്രീൻ പാരറ്റ് അത് കേട്ടില്ല. Their friend the tiny mouse was sleeping in his hole. അപ്പോൾ അവരുടെ സുഹൃത്തായ ടൈനി മൗസ്, അതായത് അതും ചെറിയൊരു എലിയാണ്, പൊത്തിൻ്റെ അകത്ത് കിടന്നുറങ്ങുക. ഈ എലിയുടെ വീട് എവിടെയാണ്? നമ്മുടെ വീട്ടിലത്തെ രാജകീയ വീടൊന്നും അല്ല, കുഞ്ഞു വീടൊന്നും, മനുഷ്യന്മാരുടെ പോലത്തെ വീടേ അല്ല. അതിൻ്റെ എലികളുടെ വീടെന്ന് പറഞ്ഞാൽ ഒരു ദ്വാരം പോലത്തെ സ്ഥലമാണ്. അവനോട് സുഖമായിട്ട് കിടന്നുറങ്ങുക. The sound of the little square wake him up. അപ്പോൾ ഈ അണ്ണാൻ കുഞ്ഞിൻ്റെ ഒച്ച കേട്ടപ്പോൾ ഈ മൗസ് എന്ത് ചെയ്തു? പെട്ടെന്ന് എഴുന്നേറ്റു. He looked out of the hole. He understood the danger to their friend the green parrot. അപ്പോൾ ഇപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായില്ലേ? ആരൊക്കെയാണ് ബെസ്റ്റ് ഫ്രണ്ട്സ്? ഒന്ന് അണ്ണാൻ കുഞ്ഞ്, പാരറ്റ് പച്ചത്തത്ത, പിന്നെ നമ്മുടെ മൗസ് എലി. ഇവർ 3 പേരും കൊട്ട ഫ്രണ്ട്സാണ്. അപ്പോൾ അവന് മനസ്സിലായി എൻ്റെ ഫ്രണ്ടിന് എന്തോ ഒരു അപകടം വരാൻ പോവാന്ന്. നമുക്ക് നോക്കാതെ എന്താ സംഭവിക്കുന്നതെന്നേ. The tiny mouse wanted to save the green parrot's life. നമ്മുടെ ടൈനി മൗസിന്, എലിക്ക്, അവൻ്റെ ഫ്രണ്ടിനെ രക്ഷിക്കണമെന്നുണ്ട്. He came out of the hole and ran before the cat, crying. എനിക്ക് ഒച്ച പറയാൻ അറിയത്തില്ല കേട്ടോ, നിങ്ങൾ ഊഹിച്ചാൽ മതി. അപ്പോൾ ഈ മൗസ് എന്ത് ചെയ്തു? അവിടുന്ന് ആ ഗുഹയിൽ നിന്ന് ഇറങ്ങി ഓടി എൻ്റെ പൂച്ചയുടെ അടുത്തേക്ക് ഒച്ച വെച്ചുകൊണ്ട്. The cat saw the tiny mouse and ran after him. അപ്പോൾ ഈ പൂച്ചകളുടെ എന്നും ശത്രു, ഇര എന്ന് പറയുന്നത് റാറ്റ. നിങ്ങൾ കുഞ്ഞു പിള്ളേരല്ലേ, നിങ്ങൾ ടോമാഞ്ചറി അല്ല, വലിയ പിള്ളേരാണെങ്കിലും നിങ്ങൾ ചെറുപ്പത്തിൽ ടോമാഞ്ചറി കണ്ടിട്ടില്ലേ? ടോമും ജെറിയും, പൂച്ചയും എലിയുമാണ്. അപ്പോൾ പൂച്ചയ്ക്ക് എന്നും എലി ശത്രുവാണ്, തിന്നുകയും ചെയ്യും. അപ്പോൾ അവനെ കണ്ടപാടെ പൂച്ചയുടെ ശ്രദ്ധ മാറി. അവൻ പച്ചത്തത്തെ വിട്ടിട്ട് എലീൻ്റെ പുറകെ ഓടാൻ ഓടി.
Hearing the sound, the green parrot flew up to the tree and the tiny mouse ran into his hole. അപ്പോൾ ഇത് ഈ ഒച്ച കേട്ടപാടെ പാരറ്റ് താഴെ നിന്ന് മണ്ടയിലേക്ക് പറന്നു, എന്നിട്ട് ട്രീയുടെ മണ്ടയിൽ കയറിയിരുന്നു. ടൈനി മൗസ് ആവട്ടെ ഓടിപ്പോയിട്ട് അവൻ്റെ പൊത്തിൻ്റെ അകത്ത് കയറി ഒളിച്ചു. ദ സ്കുരൽ ക്രൈഡ് ചിൽ 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 എൻജോയ്. അപ്പോൾ തൻ്റെ സുഹൃത്തുക്കളെ രണ്ടുപേരെയും രക്ഷിച്ചതിൻ്റെ അതിതീവ്രമായ സൂപ്പർ എക്സൈറ്റഡോടെ ആര് നമ്മുടെ സ്കുരൽ സന്തോഷത്തോടെ ഒച്ച വെച്ചു. ദേ വേ ട്രൂ ഫ്രണ്ട്സ്. അപ്പോൾ ഇതിനും നമുക്ക് മനസ്സിലാവുന്ന കാര്യം വേറെ ഒന്നുമല്ല, ഇത് ട്രൂ ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയാണ് ഈ ഒരു കുഞ്ഞി കഥ നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി, സ്വന്തം ആത്മാർത്ഥ സുഹൃത്തിനെ രക്ഷിക്കേണ്ട സമയത്ത് രക്ഷിക്കുകയും കൂടെ നിൽക്കേണ്ട സമയത്ത് കൂടെ നിൽക്കുകയും ചെയ്യണം. അത്രയേ ഉള്ളൂ. ബൈ.